സെക്കൻഡ് ഹാഫ് സൂപ്പർ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, പക്ഷെ സെക്കൻഡ് ഹാഫ് കിട്ടും. ഏറ്റവും വലിയ ഹിറ്റായിരിക്കും. എന്നുവെച്ചാൽ ലൂസിഫർ പോലെ ഒരു സിമ്പിൾ പടമില്ല, ഭയങ്കര ഒരു ബിഗ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ലെവലാണ്. ലൂസിഫർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അകത്ത് ഒതുങ്ങിയ ഒരു പടമാണ്, ഇത് വെച്ച് ഇൻ്റർനാഷണൽ ലെവലാണ്, പാൻ ഇന്ത്യൻ ലെവൽ. ഭയങ്കര നല്ല പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് പൊളി. പെർഫോമൻസ് നമ്മൾ ഇതുവരെ കാണാത്ത നല്ല തന്നെയാണ് ഇപ്പോൾ ഈ പടത്തിൽ കണ്ടത്. മാസും ആക്ഷൻ ഒരു രക്ഷിത പടം. എൻട്രി തിയേറ്ററൊക്കെ വേറെ ലെവലാണ്, സൂപ്പറായിരുന്നു. നമുക്ക് ആകെ ഒരു പൃഥ്വിരാജല്ലേ ഉള്ളൂ, നമുക്ക് അഹങ്കരിക്കാം. ഡയറക്ഷൻ ബേസ് നോക്കണമെങ്കിൽ ഒരു രക്ഷയില്ല, നമുക്ക് ഒരു ലാഗോ ഒന്നും തോന്നില്ല. പടം വേറെ രക്ഷയില്ല, പടം സൂപ്പർ. വരുന്നുണ്ട്, ഇല്ല പറയുന്നില്ല, അതെല്ലാരും കണ്ടുതന്നെ അറിയും. അടിപൊളിയാണ്, തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണണം. പടം എൻ്റെ പൊന്നുമോനെ പറയാൻ പറ്റിയില്ല, എന്നാ ഉഗ്രം പടമെന്നറിയോ. റിക്കാർഡിനെ തകർത്തു. അതായത് 228 കോടിക്കാണ് പടം ഇറക്കിയിരിക്കുന്നത്. ഇതൊരു 1000 കോടിയെങ്കിലും പോകും, 1000 കോടിയെങ്കിലും പോകും. നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് കിട്ടിയൊരു സിനിമ. പിന്നെ ഭയങ്കര സൂപ്പർ മേക്കിംഗ് ആണ്, വേൾഡ് ക്ലാസ് മേക്കിംഗ്, ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻ. സൂപ്പർ. നമുക്കൊക്കെ ചിന്തിക്കാൻ മേളുള്ളൊരു വിഷ്വൽ സ്പേസ്, ഒരു വലിയ ലോകം, ഒരു സ്റ്റാർ കൃത്യമായിട്ട് നമ്മുടെ മലയാളത്തിലൊരു സ്റ്റാറിനെ കൃത്യമായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സിനിമ, ഒരു ഭയങ്കര ഫാൻ ബോയ് മൊമെൻറ്റ്സ്.